നമസ്കാരം. ദ ഡെയിലി ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ നക്ഷത്രക്കാരുടെയും രത്നക്കല്ലുകൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ചാനലിൽ ആസ്ട്രോളജി ആൻഡ് മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അശ്വതി, മകം, മൂലം എന്നീ നക്ഷത്രക്കാരുടെ രത്നക്കല്ലെന്ന് പറയുന്നത് വൈഡൂര്യം അല്ലെങ്കിൽ കാറ്റ്സ് ഐ എന്ന് പറയുന്ന ഈ രത്നക്കല്ലാണ്. അടുത്തത് ഭരണി, പൂരം, പൂരാടം എന്നീ നക്ഷത്രക്കാരുടെ രത്നക്കല്ലാണ് വജ്രം അഥവാ ഡയമണ്ട് എന്ന് പറയുന്ന ഈ കല്ല്. അടുത്തത് കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ നക്ഷത്രക്കാരുടെ രത്നക്കല്ലാണ് മാണിക്യം അഥവാ റൂബി എന്ന് പറയുന്ന ഈ കല്ല്. അടുത്തത് രോഹിണി, അത്തം, തിരുവോണം എന്നീ നക്ഷത്രക്കാരുടെ രത്നക്കല്ലാണ് മുത്ത് അഥവാ പേൾ എന്നറിയപ്പെടുന്ന ഈ കല്ല്. അടുത്തത് മകീര്യം, ചിത്തിര, അവിട്ടം എന്നീ നക്ഷത്രക്കാരുടെ രത്നക്കല്ലാണ് പവിഴം അഥവാ കോറൽ എന്നറിയപ്പെടുന്ന ഈ കല്ല്. അടുത്തത് തിരുവാതിര, ചോതി, ചതയം എന്നീ നക്ഷത്രക്കാരുടെ രത്നക്കല്ലായ ഗോമേതകം അഥവാ ഗാർനെറ്റ് എന്ന് പറയുന്ന ഈ രത്നക്കല്ല്. അടുത്തത് പുണർദം, വിശാഖം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാരുടെ രത്നക്കല്ലായ മഞ്ഞ പുഷ്യരാഗം അഥവാ യെല്ലോ സഫയർ എന്ന് പറയുന്ന ഈ കല്ല്. അടുത്തത് പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാരുടെ രത്നക്കല്ലാണ് ഇന്ദ്രനീലം അഥവാ സഫയർ എന്നറിയപ്പെടുന്ന ഈ കല്ല്. അടുത്തത് ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ നക്ഷത്രക്കാരുടെ രത്നക്കല്ലായ മരതകം അഥവാ എമറൽഡ് എന്നറിയപ്പെടുന്ന ഈ കല്ല്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ. താങ്ക് യു.